യക്ഷിക്കഥകൾക്കും പ്രേതകഥകൾക്കും യാതൊരു പഞ്ഞവുമില്ലാത്ത നാടാണ് കേരളം. എന്നാൽ തലമുറകൾ ഇത്ര കഴിഞ്ഞിട്ടും ഇന്നും മലയാളികളുടെ മനസ്സിൽ മായാതെ കിടക്കുന്ന ഒരു യക്ഷിയുണ്ട്. അതാണ് നീലി, കള്ളിയങ്കാട്ട് നീലി. കൊല്ലവർഷം 30കളിൽ അഥവാ 9ാം നൂറ്റാണ്ടിൽ അന്നത്തെ തിരുവിതാംകൂറിലെ പഴകന്നൂർ ദേശത്ത് വസിച്ചിരുന്ന ദേവദാസിയായ കാർവേണിയുടെ മക്കളായിരുന്നു അല്ലിയും അവളുടെ അനുജനായ അമ്പിയും. ആരുടെയും മനം മയക്കുന്ന സ്വർഗീയ സൗന്ദര്യത്തിനുടമയായിരുന്നു അല്ലി. അങ്ങനെയിരിക്കെ തൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിലെ പൂജാരിയായ നമ്പിയുമായി അവൾ പ്രണയത്തിലായി. കാഴ്ചയിൽ സുമുഖനും മാന്യനുമൊക്കെ ആയിരുന്ന നമ്പി പക്ഷേ യഥാർത്ഥത്തിൽ ഒരു നീചനായിരുന്നു. അച്ഛനില്ലാത്ത അല്ലിയുടെ പണത്തിലും ആഭരണത്തിലുമൊക്കെ ആയിരുന്നു നമ്പിയുടെ കണ്ണ്. എന്നാൽ ഇതൊന്നും അറിയാതെ നമ്പിയെ പ്രണയിച്ചിരുന്ന അല്ലി നമ്പിയുടെ നിർബന്ധത്തിന് വഴങ്ങി അയാളുമായി അതീവ രഹസ്യമായി വിവാഹിതയായി. ഇതേ തുടർന്ന് അല്ലിയുടെ ഗൃഹത്തിലായി ദുർനടപ്പുകാരനായ നമ്പിയുടെ വാസം. എന്നാൽ നമ്പിയുടെ ധൂർത്തും പരസ്ത്രീ ബന്ധവും കണ്ടും കേട്ടും അറിഞ്ഞ അല്ലിയുടെ അമ്മയായ കാർവേണി അയാളോട് വീട്ടിൽ നിന്നിറങ്ങാൻ ആജ്ഞാപിച്ചു. നമ്പിയുടെ സ്വഭാവം അറിയാമായിരുന്നിട്ടും അയാളോടുള്ള സ്നേഹവും വിശ്വാസവും നിമിത്തം ഗർഭിണിയായ അല്ലിയും നമ്പിയോടൊപ്പം വീട് വിട്ടിറങ്ങി. അമ്മ തങ്ങളെ എന്നെങ്കിലും സ്വീകരിക്കുമെന്നും തൻ്റെ ഭർത്താവിൻ്റെ ദുശീലങ്ങൾ ഒരിക്കൽ മാറുമെന്നൊക്കെ വിശ്വസിച്ചിരുന്ന അല്ലി തങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് മുതൽക്കൂട്ടാകുമെന്ന് കരുതി തൻ്റെ ആഭരണങ്ങളും കൂടി ഭാണ്ഡത്തിൽ കരുതി അവൾ നമ്പിയെ അനുഗമിച്ച് നടത്തം തുടങ്ങി. അങ്ങനെ അങ്ങാടികളും ജനവാസ പ്രദേശങ്ങളും കടന്ന് നാഴികകളോളം അവർ നടന്നു. ഒടുവിൽ കാട്ടിനുള്ളിലൂടെയായി യാത്ര. നടന്ന് കരിമ്പനകളും കള്ളിച്ചെടികളും നിറഞ്ഞ പാറക്കെട്ടുകളുള്ള ഒരു പ്രദേശത്ത് അവരെത്തി.